നമസ്കാരം. ഇന്ന് നമ്മുടെ 109ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ്റെ കുറേ റൂൾസ് വന്നിട്ടുണ്ട്. അപ്പം ഏണിങ്സിൻ്റെ അതിൻ്റെ ഒരു ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഒരു ഒരു ബ്രൗൺ ഇതിലൊരു മൈനസ് മാർക്ക് വീണിട്ടുണ്ട്. അതായത് അത് അറിയണമെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രഷർ മോഡ് ആക്കിയതിന് ശേഷമുള്ള പ്രഷർ മോഡ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ ഒരു ഏണിങ്സ് എന്ന് കാണിക്കും, ബ്ലൂ ടിക്ക് ആയിരിക്കും, പക്ഷേ ഒരു മൈനസ് മാർക്ക് പോലെ വരും. അത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്പാമാണോ എന്താണെന്നുള്ള കംപ്ലൈൻറ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ മോണിറ്റൈസേഷൻ മുമ്പുള്ളതാണേലും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണേലും ഒക്കെ അത് കാണിക്കുന്നുണ്ട്. അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം 5 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അത് മാറും എന്നും പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് എന്ന് ഏണിങ്സ് വരുമ്പോൾ ഈ എപ്പിസോഡെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കണക്കാക്കും. കാരണം അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വയം ഫേസ്ബുക്ക് തന്നെ അത് മാറ്റിത്തന്ന് വെച്ച് അവരത് അപ്പീൽ കൊടുക്കാൻ ഒരു ഓപ്ഷൻ പിന്നെയാണ് വരുന്നത്. അത് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന സംഭവമൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത് കേട്ടോ. അയ്യോ, ഞാൻ കോപ്പിറൈറ്റ് ഉള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്ന് പലരും പറഞ്ഞു തരും. നിങ്ങളത് ഡിലീറ്റ് ചെയ്ത്, ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്കറിയാൻ പറ്റത്തുള്ള 12 വർക്കുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തത്. അത് കോപ്പിറൈറ്റ് എന്ന് കാണിച്ചാൽ 2 സൈസുള്ള കോപ്പിറൈറ്റ് ഉണ്ട്. പക്ക കോപ്പിറൈറ്റ് ഉള്ളതും അല്ലാതെ വലിയ വിഷയമൊന്നുമില്ല. ചില ടെറിട്ടറീസിൽ മാത്രം കോപ്പിറൈറ്റ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ കോപ്പിറൈറ്റ് ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഡിലീറ്റ് ചെയ്ത്, ഞാൻ അതായത് ഒരു ഇങ്ങനെ ഒരു ഇതിനകത്തൊരു മാർക്കുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കുള്ള കോപ്പിറൈറ്റ്. അല്ലാതെ അതിൻ്റെ പറയുന്നത് ഡൈമനോ അല്ലല്ലോ, അതേ ഉള്ളൂ കോപ്പിറൈറ്റ്. അല്ലാതെ നിങ്ങൾക്ക് ചെറിയ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതിലൊക്കെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിക്കുള്ള കോപ്പിറൈറ്റ് അല്ലാതെ അത് നിങ്ങൾക്ക് ചില ടെറിട്ടറീസിലേ ഉള്ളൂ ആ കോപ്പിറൈറ്റ്. അത് നിങ്ങൾക്ക് ഏണിങ്സിനുള്ള ഇതാണ്. അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയരുത്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ സ്വന്തം കണ്ടൻറ്റ് ചെയ്യുന്നവരാണ് ഇപ്പം ഒത്തിരി പേര്. അതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ വിചാരിക്കേണ്ട 85% ആളുകൾക്കും ഇപ്പം ഈ നിങ്ങളുടെ ഇത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇഷ്യൂസ് ഞങ്ങളുടെ റൂൾസിന് എഗനിസ്റ്റായിട്ട് ചെയ്തെന്ന് അതിൻ്റെ അപ്പം അതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കണ്ടൻറ്റിനെല്ലാം നിങ്ങൾക്ക് ഏണിങ്സ് വരുമ്പോൾ വരുന്നതാണ് ആ വ്യൂസിനനുസരിച്ച് കേട്ടോ. അതൊന്നും നിങ്ങളൊന്നും ചിലപ്പോൾ 15 പൈസ ആയിരിക്കും കിട്ടുന്നത് യൂട്യൂബിൽ ഒരു വ്യൂവിനൊക്കെ. ഫേസ്ബുക്കിൽ അങ്ങനെ ആയിരിക്കും 10 പൈസ 5 പൈസ ആയിരിക്കും. പക്ഷെ അതൊക്കെ വലിയൊരു എമൗണ്ടാണ് കേട്ടോ. കാരണം നമ്മളൊരു വ്യൂസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഒരാൾ. അപ്പോൾ അതൊക്കെ പിന്നെ യൂട്യൂബിലാണെങ്കിൽ 60%, അതായത് 10 മിനിറ്റിൻ്റെ ഒരു വർക്ക് 6 മിനിറ്റ് കണ്ടിരിക്കണം യൂട്യൂബിന്. ഫേസ്ബുക്കിന് അതുപോലും ഇല്ല നിലവിൽ. ഫേസ്ബുക്കിന് നിങ്ങളുടെ ഒരു വ്യൂ വലിയൊരു കാര്യമാണ്. നിങ്ങളെന്നും പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ തുടരാതിരിക്കരുത്. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ ഒരു കണ്ടൻറ്റും അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്നും പറഞ്ഞുകൊണ്ട് അയ്യോ ഈ കണ്ടൻറ്റ് അങ്ങനെ ആ കണ്ടൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ കണ്ടൻറ്റൊന്നും എടുത്ത് കളയരുത് കേട്ടോ. കാരണം അത് അവർ തന്നെ മാറ്റി നിങ്ങൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. ഫേസ്ബുക്ക് തന്നെ തരും. കാരണം അവരാരും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഫേസ്ബുക്ക് ഇത് ചെയ്യുന്നത്. കാരണം നിങ്ങൾ തുടർന്നോളുക. കാരണം ഒത്തിരി കളിപ്പീരെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെയും കണ്ടൻറ്റ് എടുത്തേച്ച് ഡൗൺലോഡ് ചെയ്തേച്ച് പോസ്റ്റ് ചെയ്യുന്നവന്മാരുണ്ട്.